മാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗോതമ്പ് മാവ് കൊണ്ട് എങ്ങനെ കപ്പ് കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 1 കപ്പ് ഗോതമ്പ് മാവിന് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ 2 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം ഒന്ന് ചലിച്ചെടുക്കാം. ഇനി ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം. 1 കപ്പ് നട്ട്സ് എടുത്തിട്ടുണ്ട്, മുന്തിരി എടുത്തിട്ടുണ്ട്, നേന്ത്രപ്പഴം, 1 കപ്പ് പാല്, പഞ്ചസാര ആവശ്യത്തിന്. ഇവിടെ 3/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തത്. പഞ്ചസാര ആവശ്യത്തിന് ഇടാം. ഏലക്കായ ചേർത്ത് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. പാല് ചേർത്ത് നേന്ത്രപ്പഴം അരച്ചെടുക്കാം. 1 തുള്ളി എസൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എസൻസ് ഓപ്ഷണലാണ്, അതില്ലെങ്കിൽ ഏലക്കായ ചേർത്തുകൊണ്ട് നല്ല ഫ്ലേവർ ഉണ്ടാകും കേക്കിന്. 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് ഇളക്കണം. നെയ്യില്ലെങ്കിൽ നമ്മുടെ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഒരേ കൺസിസ്റ്റൻസിയിൽ ഇളക്കിയാൽ മതി. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ ഒരു വെളിച്ചെണ്ണയുടെ മണം വരും, അതുകൊണ്ട് വെജിറ്റബിൾ ഓയിൽ ചേർക്കാം. നമുക്ക് പാത്രം പ്രീഹീറ്റ് ചെയ്യാൻ വയ്ക്കാം. ഒരു മൂട് കട്ടിയുള്ള പാത്രം എടുത്തിട്ടുണ്ട്. അതിൽ ഉപ്പുപൊടി വിതറി ഒരു സ്റ്റാൻഡ് അതിലേക്ക് ഇറക്കി വയ്ക്കുക. ഓവനിലാണെങ്കിൽ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാം. പാത്രത്തിൽ 10 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്യണം. ഇത് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കേക്ക് മോൾഡിൽ നെയ്യ് തേച്ച് റെഡിയാക്കി വയ്ക്കാം. കേക്ക് മോൾഡ് ഇല്ലെങ്കിൽ ഗ്ലാസ്സിൽ ഇടാവുന്നതാണ്. കേക്ക് മോൾഡിലേക്ക് 2 ടേബിൾ സ്പൂൺ മാവ് ഇട്ട് കൊടുക്കാം. ഇത് ഫുള്ളായിട്ട് ഇടരുത്, ഒരു അരഭാഗം മാത്രമേ നിറയ്ക്കാവൂ. 2 കപ്പ് ഗോതമ്പ് മാവ് കൊണ്ടാണ് നമുക്ക് ഇത്രയും കേക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി സ്റ്റാൻഡിലേക്ക് ഒരു പ്ലേറ്റ് ഇറക്കി വെച്ച് അതിലേക്ക് നമുക്ക് ഈ കേക്കുകളൊക്കെ എടുത്ത് പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ 30 മിനിറ്റ് അല്ലെങ്കിൽ 40 മിനിറ്റ് ബേക്ക് ചെയ്യേണ്ടി വരും. ഓവനിലാണെങ്കിൽ 30 മിനിറ്റ്, പാത്രത്തിലാണെങ്കിൽ 40 മിനിറ്റ് വേണ്ടി വരും. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഫുൾ ഫ്ലെയിമിലിട്ടാൽ കേക്ക് ഒരുപാട് കരിഞ്ഞു പോകും. നമ്മുടെ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തിയാണ്. പാത്രത്തിലൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഒരു ഫോർക്ക് കൊണ്ട് കുത്തി നോക്കിയാൽ ക്ലീനായിട്ട് വരണം. അതിന് ശേഷം നെയ്യ് തേച്ച് ചൂടോടുകൂടി തന്നെ നെയ്യ് പുരട്ടി കൊടുക്കാം. അപ്പോൾ നല്ല സ്പോഞ്ചിയായി കിട്ടും. ഒരു കോട്ടൺ ടവൽ കൊണ്ട് മൂടി വയ്ക്കാം. നമ്മുടെ ഓവനിലും കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ, ഗോതമ്പ് പൊടി, പഴം, പാല്, അതൊക്കെ ആയതുകൊണ്ട് നല്ല ഹെൽത്തിയാണ്, നല്ല സ്പോഞ്ചിയുമാണ്. ഇതിൽ നട്ട്സുകളെല്ലാം ചേർക്കാം കേട്ടോ. കണ്ടില്ലേ, നല്ല സ്പോഞ്ച് ആൻഡ് ഹെൽത്തി ടേസ്റ്റിയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് പറയൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.